കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് അവർക്ക് കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞറിയിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചില പെരുമാറ്റത്തിലൂടെയും ചില മാനറിസംസിലൂടെയും നമ്മൾ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. കൂടുതലായിട്ടും കാഴ്ചക്കുറവുള്ള കുട്ടികൾ പുസ്തകം വായിക്കുമ്പോൾ മുഖത്തിനടുത്തേക്ക് ചേർത്ത് വെച്ച് വായിക്കുക, അതുപോലെ തന്നെ ക്ലാസ്സിൽ ബോർഡ് വായിക്കാൻ പ്രയാസപ്പെടുക, കണ്ണെപ്പോഴും റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക, തലവേദന അടിക്കടി പറയുക, അതുപോലെ തല ചരിച്ച് നോക്കുക, ക്ഷീണം പറയുക, കുട്ടികളിലെ പെരുമാറ്റ വൈകല്യം, ഇതൊക്കെ കാഴ്ചക്കുറവിന്റെ ലക്ഷണങ്ങളാകാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അനു, കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ്, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാഴ്ചക്കുറവിന് കാരണമാകുന്ന റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ഈ റിഫ്രാക്റ്റീവ് എറർ? നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശം കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിനുള്ളിലെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്നത്. പക്ഷേ ചില ആൾക്കാരിൽ ഇതൊരു പക്ഷേ റെറ്റിനയുടെ മുന്നിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ റെറ്റിനയുടെ പിറകിലായിരിക്കും, അതുമല്ലെങ്കിൽ റെറ്റിനയിൽ തന്നെ പലയിടങ്ങളിലായിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് റിഫ്രാക്റ്റീവ് എററിന് കാരണമാകുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഭൂരിപക്ഷം പേരിലും കാണപ്പെടുന്ന കാഴ്ചക്കുറവിനുള്ള പ്രധാന കാരണം ഈ റിഫ്രാക്റ്റീവ് എറർ തന്നെയാണ്. റിഫ്രാക്റ്റീവ് എറർ പ്രധാനമായും 3 തരത്തിലാണ് ഉള്ളത്. മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്, ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ്, അവസാനമായി അസ്റ്റിഗ്മാറ്റിസം. ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതി ഇപ്പോഴും അനുയോജ്യമായ പവറുള്ള കണ്ണട ധരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നാളത്തെ നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞിനും നല്ല കാഴ്ച ഉറപ്പുവരുത്തി അവരുടെ ആത്മവിശ്വാസം കൂട്ടി അവരെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാം.